ഡിയർ സ്റ്റുഡൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആൻഡ് ടു ഓഫ് ദി ആംഗിൾസ് 40 ഡിഗ്രി 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ സർക്കം റേഡിയസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് സർക്കിളാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ പുറത്താണ് സർക്കിൾ വരുന്നത് എങ്കിൽ ആക്ച്വലി അത് സർക്കിളാണ്. ഓക്കെ, ഇനി ഒരു ട്രയാങ്കിളിൻ്റെ അകത്താണ് സർക്കിൾ വരുന്നതെങ്കിൽ അതെന്താണ്? ഇൻസർക്കിളാണ്. ഓക്കെ, അകത്ത് ഉള്ളിലുള്ള സർക്കിളിനെയാണ് നമ്മൾ ഇൻസർക്കിൾ എന്ന് പറയുന്നത്. സർക്കിൾ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ പുറത്ത്, അതായത് ട്രയാങ്കിളിൻ്റെ 3 വേർട്ടീസസിനെയും ടച്ച് ചെയ്ത് പോകുന്ന 3 വേർട്ടീസസിനെയും ടച്ച് ചെയ്ത് പോകുന്ന സർക്കിളിനെ പറയുന്ന പേരാണ് സർക്കിൾ. ഓക്കെ, ഇനി ഈ ട്രയാങ്കിളിൻ്റെ സർക്കിൾ വരയ്ക്കാനും ഇൻസർക്കിൾ വരയ്ക്കാനും രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. സർക്കം എന്ന് പറയുന്നൊരു വാക്ക് അതിലുണ്ടെങ്കിൽ സർക്കിൾ വരയ്ക്കാം. പിന്നെ ട്രയാങ്കിളിൻ്റെ 3 വേർട്ടിസസിൽ കൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിളാണ് വരയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇൻസർക്കിൾ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ഡിഫറൻസ് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയും 60 ഡിഗ്രിയാണ്. സോ 3 സെൻറ്റിമീറ്റർ റേഡിയസ് ആണ് സർക്കം റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ 3 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് നിങ്ങളൊരു സർക്കിൾ വരയ്ക്കുക. 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ റേഡിയസ് മാർക്ക് ചെയ്യുന്നു. ആൻഡ് നമുക്ക് ഇവിടെ ആവശ്യമുള്ള ആംഗിൾസ്, ട്രയാങ്കിളിന് വരയ്ക്കേണ്ട ആംഗിൾസ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയും 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡബിൾ ആയിട്ട് എടുക്കും. അതായത് ഈ 40 ഡിഗ്രീൻ്റെയും അതുപോലെ 60 ഡിഗ്രീൻ്റെയും ഡബിൾ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, 40ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. 60ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 120 ആണ്. സോ ഈ ഒരു റേഡിയസിൽ ഇവിടെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് 80 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഓക്കെ, 80 എന്ന് പറയുന്നത് 90നേക്കാളും ചെറിയ നമ്പർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? 80 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ആൻഡ് ഇവിടെ നിന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് 120 ഡിഗ്രിയും മാർക്ക് ചെയ്യാം. ഓക്കെ, 120 എന്ന് പറയുന്നത് ഇവിടെ വരും. ഓക്കെ, ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടി? നമുക്ക് 80 ഡിഗ്രി കിട്ടി. ഇവിടെ നമുക്ക് കിട്ടുന്നത് 120 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ടത് സർക്കിൾ ആയതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇതിനെ തമ്മിൽ ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതിയാവും. ഓക്കെ, ഇങ്ങനെ ജോയിൻ ചെയ്ത് കിട്ടുന്ന ട്രയാങ്കിളാണ് നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺഫ്യൂഷൻ വരുന്നൊരു സ്റ്റേജ് എന്ന് പറയുന്നത് 40 ഡിഗ്രി 60 ഡിഗ്രി. അപ്പോൾ 40 ഡിഗ്രി 60 ഡിഗ്രി എവിടെ മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഈ കോഡിൻ്റെ ഇവിടുത്തെ സെൻട്രൽ ആംഗിളാണ് 80 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇത് സർക്കിളിൽ ഫോം ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കുക. അതെത്രയാണ്? ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ ആയിരിക്കും 40 ഡിഗ്രി. ഇനി ഇവിടെയാണ് 120 ഡിഗ്രി വരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കോഡ് സെൻറ്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതേ കോഡ് 2 എൻഡും കൂടെ ഇവിടെ കൂട്ടിമുട്ടുന്നത് ഈ പോയിന്റിലാണ്. സോ ഈ ആംഗിൾ ആയിരിക്കും എന്ത്? ഈ 120ൻ്റെ പകുതിയായ 60 ഡിഗ്രി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതുപോലെ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് 2 ഓഫ് ദി ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കിൾ പാസസ് ത്രൂ ഇറ്റ്സ് വേർട്ടിസസ് ഇസ് 3.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ സർക്കിൾ എന്ന് പറയുന്ന ഒരു വാക്ക് എടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡ്രോ എ സർക്കിൾ പാസസ് ത്രൂ ദ വേർട്ടിസസ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ 3 വേർട്ടിസസിൽ കൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓഫ് കോഴ്സ് അതിൻ്റെ സർക്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത് അല്ലേ? അപ്പോൾ ആ ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ആൻഡ് 3.5 സെൻറ്റിമീറ്റർ റേഡിയസിലുള്ള ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാനിവിടെ 3.5 സെൻറ്റിമീറ്റർ എടുത്തു. 3.5 സെൻറ്റിമീറ്ററിൻ്റെ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു. അതിൻ്റെ റേഡിയസ് മാർക്ക് ചെയ്യാം.
റേഡിയസ് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ 30 ഡിഗ്രീൻ്റെയും 60 ഡിഗ്രീൻ്റെയും ഡബിൾ. 30 ഡിഗ്രീൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ആൻഡ് 60 ഡിഗ്രീൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, സെൻറ്ററിൽ നമ്മൾ 30 ഡിഗ്രിയും അതുപോലെ 60 ഡിഗ്രിയും 120 ഡിഗ്രിയും മാർക്ക് ചെയ്യുക. 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി 120 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഡിഗ്രി മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ ഇത്ര ചെയ്താൽ മതി. ഇതിനെ തമ്മിലും ജോയിൻ ചെയ്യുക, ഇതിനെ തമ്മിലും ജോയിൻ ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ,